വേർപെട്ട ജനം അതായിരുന്നു എന്നും പെന്തിക്കോസ്തുകാർ. ആഭരണത്തിൽ, ലോകമോഹങ്ങളിൽ, ജീവിതത്തിൽ എല്ലാത്തിൽ നിന്നും വേർപെട്ടവരുടെ ഒരു സമൂഹമായിരുന്നു പെന്തക്കോസ്തു സമൂഹം. ലോകം നിന്ദിച്ചവർ, ലോകം ആട്ടിപ്പായിച്ചവർ, അനാഥരായി കിടക്കാൻ വഴിയില്ലാതെ കുഞ്ഞുങ്ങളെയും കൂട്ടി വഴിയരികിൽ മഴയത്ത് കടത്തിണ്ണയിൽ അഭയം തേടിയവർ. അങ്ങനെയുള്ളവരുടെ ഒരു കാലമുണ്ടായിരുന്നു പെന്തക്കോസ്തുകാർക്ക്. അന്നവർ നിലവിളിച്ചാൽ ദൈവം തമ്പുരാൻ ചെവി ചായ്ച്ച് കേൾക്കുന്ന ഒരു കാലം. ബന്ധുക്കളുടെയും സ്വന്തക്കാരുടെയും എതിർപ്പ് മൂലം സ്വന്തം വീട്ടിൽ പ്രവേശനമില്ലാതെ ആട്ടിപ്പായിക്കപ്പെട്ടവർ. ഉണ്ണാനും ഉടുക്കാനും ഒന്നുമില്ല. കപ്പയിലെ അടുപ്പത്തിട്ട് തിളപ്പിച്ച് ഊറ്റി ഉപ്പും കൂട്ടി കഴിച്ച് വിശപ്പടക്കിയവർ. അവരുടെ കണ്ണീർ ദൈവം കണ്ടു. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ട് അനുഗ്രഹിച്ചു. അവർക്ക് പ്രാർത്ഥന ആവേശമായിരുന്നു. പരസ്പര സ്നേഹമെന്നത് ഒഴിച്ചുകൂടാൻ കഴിയാത്തതുമായിരുന്നു. ധാരാളം പേർ ഈ പരസ്പര ബന്ധിതമായ ചങ്ങലയ്ക്കുള്ളിലേക്ക് കയറിയവരും അനുഗ്രഹിക്കപ്പെട്ടു. അവരുടെ കാലം കഴിഞ്ഞു, പുതുതലമുറ എത്തി. അത്രത്തോളം വിശ്വാസം കണ്ടില്ലെങ്കിലും സഭ മുന്നേറുകയാണ്. കാലത്തിനനുസരിച്ച് കോലം മാറാൻ പെന്തക്കോസ്തുകാർക്ക് ഭൂരിഭാഗത്തിനും അറിയില്ല. ഇത് പറയാൻ കാരണം IPCയിലെ അംഗമായ പ്രശസ്ത സംഗീത സംവിധായകനും കീബോർഡിസ്റ്റുമായ സ്റ്റീഫൻ ദേവസി ഒരു ചാനലിന് നൽകിയ അഭിമുഖമാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒന്ന് കേൾക്കാം. So are you a religious person or a spiritual person? I'm a spiritual person. Okay. I don't want to be religious. Okay. റിലീജിയൻ എൻ്റെ പള്ളിയിൽ നിന്നൊക്കെ എപ്പോഴേ എന്നെ മാറ്റിയെന്നറിയോ? ഞാൻ സിനിമയിൽ വായിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ പള്ളിയിൽ നിന്ന് ഞാൻ പോകുന്ന എൻ്റെ ചർച്ചിൽ നിന്ന് തന്നെ മാറ്റി. സോ അപ്പോൾ ഇറ്റ്സ് നോട്ട് religious never works. Okay. Spirituality works because spirituality is direct. റിലീജിയൻ ആകുമ്പോൾ മറ്റുള്ള വഴി കൂടെ ഒക്കെ പോകണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിനുടമയാണ് സ്റ്റീഫൻ ദേവസ്യ. അദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യം കേട്ടാൽ ഏതൊരു മനുഷ്യനും ദൈവം ജീവിക്കുന്നു എന്ന് പറയാതെ പറഞ്ഞു പോകും. മാരകമായ അസുഖത്തിൽ നിന്നും അത്ഭുത രോഗശാന്തി ലഭിച്ച സ്റ്റീഫൻ ദേവസ്യ തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ കോരിത്തരിപ്പോടെയല്ലാതെ അത് കേട്ടിരിക്കാനാവില്ല. പെന്തക്കോസ്തു സമൂഹത്തിനും അഭിമാനമായിരുന്നു സ്റ്റീഫൻ ദേവസ്യ. പിന്നീട് സഭയുടെ പരമ്പരാഗതമായ ചട്ടക്കൂടിന് വെളിയിലേക്ക് യാത്ര ചെയ്യുന്നത് സഭ, അദ്ദേഹത്തിൻ്റെ മാതൃസഭ, അദ്ദേഹം അംഗമായിരിക്കുന്ന IPC പ്രാദേശിക സഭയ്ക്ക് കാണാതിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. പലരും ഒളിഞ്ഞും തെളിഞ്ഞും കുറ്റം വിധിക്കുക കൂടി ചെയ്തതോടെ ഒരു നിലപാട് സ്വീകരിക്കാൻ സഭ തയ്യാറാകേണ്ടി വന്നു കാണും. അങ്ങനെ സഭയെടുത്ത നിലപാടിനെക്കുറിച്ചാണ് സ്റ്റീഫൻ തൻ്റെ അഭിമുഖത്തിൽ ഈ പറയുന്നത്. സഭയുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറം ഒരു വ്യക്തി വളരുമ്പോൾ ആ സഭയിൽ അദ്ദേഹത്തെ ഉൾക്കൊണ്ടു പോകുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമാകും. ആ സാഹചര്യത്തിലാണ് സ്റ്റീഫൻ കടന്നു പോകുന്നത്. അതിനർത്ഥം സഭയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി എന്നല്ല. പെന്തക്കോസ്തു സഭാവിശ്വാസികൾ സാധാരണഗതിയിൽ സിനിമകൾ കാണാറില്ല, അത് പ്രോത്സാഹിപ്പിക്കാറുമില്ല. ചിലർ ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നുണ്ട്. പ്രശസ്ത സിനിമാ സംവിധായകരുടെ സഹസംവിധായകരായി പ്രവർത്തിക്കുന്ന പാസ്റ്റർമാരുടെ മക്കൾ തന്നെയുണ്ട്. പക്ഷേ അത് ആ സഭയിലുള്ളവർക്കോ പാസ്റ്റർക്കോ അത് തെറ്റായി തോന്നിയില്ല. അത് കാഴ്ചപ്പാടിൻ്റേതാണ് പ്രശ്നം. ചിലയിടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വിശ്വാസികൾക്ക് വളരെ പ്രയാസമാണ്. അത്തരമൊരു സാഹചര്യമാണ് സ്റ്റീഫൻ്റെ കാര്യത്തിലും സംഭവിച്ചത് എന്ന് കരുതാം.